ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. കേരളത്തിന്റെ സ്വന്തം പേരിട്ട അഭിനേതാവായ ജയസൂര്യ വീണ്ടും തകർപ്പൻ തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. 2025 തിയേറ്ററുകളിലും OTTകളുമായി തകർപ്പൻ കഥാപാത്രങ്ങളുമായാണ് താരത്തിന്റെ തിരിച്ചുവരവ്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കത്തനാറിന്റെ അതിഗംഭീരമായ കഥയോടൊപ്പം ആട് മൂന്നാം ഭാഗത്തിന്റെ പൊട്ടിച്ചിരികളുമായി അദ്ദേഹം ചെന്നെത്തുന്നത് ഒരു ഫാന്റസി ചിത്രത്തിലാണ്. അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജയസൂര്യയുടെ വരാൻ പോകുന്ന 3 ബിഗ് ബഡ്ജറ്റ് സിനിമകളെ കുറിച്ചാണ്. അതിനു മുന്നേ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ആദ്യ വിർച്വൽ പ്രൊഡക്ഷൻ മലയാള സിനിമ ഏതെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. അത് വേറൊന്നുമല്ല, കടമുറ്റത്ത് കത്തനാർ എന്ന ജയസൂര്യയുടെ ഈ ചിത്രം തന്നെയാണ്. 9ാം നൂറ്റാണ്ടിലെ ഒരു മാജിക് കത്തനാറിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രത്തിൽ ജയസൂര്യയുടെ പ്രകടനം നമ്മുടെ മൈൻഡ് ബ്ലോക്ക് ചെയ്യുമെന്നതിൽ സംശയമില്ല. 100 കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ വലിയ സെറ്റുകളും വിദേശ തലത്തിലുള്ള വിഷ്വൽ ഇഫക്റ്റുകളും കൊണ്ട് സമ്പന്നമാണ്. കാണികൾക്കായി അനുഷ്ക ഷെട്ടിയും സിനിമയിലുണ്ട്. അത് തന്നെയാണ് മറ്റൊരു സർപ്രൈസ്. 2 ഭാഗങ്ങളിലായാണ് റിലീസ് ചെയ്യുന്നത്. കത്തനാറിന്റെ ആദ്യ ഭാഗം 2025 ഡിസംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രത്തിൽ തമിഴിൽ നിന്ന് പ്രഭുദേവയും ഒരു പ്രധാന റോളിലെത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കടമുറ്റത്ത് കത്തനാർ 2025 മലയാള സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ്. അത് ബിഗ് ബജറ്റ് ചിത്രമായതുകൊണ്ടല്ല, വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും കടമുറ്റത്ത് കത്തനാർ നമുക്ക് സമ്മാനിക്കുക. 2023 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചത്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ജയസൂര്യ മറ്റൊരു പടവും ചെയ്യാതെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടും എന്നുറപ്പാണ്. കടമുറ്റത്ത് കത്തനാർ പാൻ ഇന്ത്യൻ ലെവലിലായിരിക്കും റിലീസ് ചെയ്യുക. ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടി കടമുറ്റത്ത് കത്തനാർ എന്നതിലൂടെ നമുക്ക് ലഭിക്കും. മലയാളികളെ ഏറെ ചിരിപ്പിച്ച പിങ്കിയും ഷാജിപ്പാപ്പാനും വീണ്ടും തിരിച്ചു വരികയാണ്. ആട് 1, ആട് 2 എന്നിങ്ങനെ മലയാളത്തിലെ കളറുള്ള കോമഡി ക്ലാസിക് സീരീസിന് 3ാം ഭാഗം ആട് 3 പ്രഖ്യാപിച്ചതു മുതൽ മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. 2025 മെയ് മാസത്തിൽ പൂജ നടത്തി ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺ ലാസ്റ്റ് റൈഡ് എന്ന ടാഗ് ലൈൻ തന്നെ പറയാം. അത് ആട് സീരീസിന്റെ ക്ലൈമാക്സ് ആകാനാണ് സാധ്യത. ജയസൂര്യയുടെ കോമഡി ടൈമിങ്ങും ഷൈജു കുറുപ്പ്, ധർമ്മജൻ, വിനായകൻ തുടങ്ങി പഴയ ടീം മുഴുവനും തിരിച്ചു വരികയാണ് ആട് 3ാം ഭാഗത്തിലൂടെ. ക്രിസ്മസ് റിലീസ് ആയിട്ടായിരിക്കും ആട് 3 തിയേറ്ററുകളിലെത്തുക. ആട് 1ാം ഭാഗവും 2ാം ഭാഗവും കണ്ടുപോലെ ഒരു പക്ക കോമഡി ചിത്രം മാത്രമാകില്ല ആട് 3ാം ഭാഗം. അതിനെപ്പറ്റി ഒരു സൂചന നമുക്ക് ചിത്രത്തിന്റെ സംവിധായകനായ മിഥുൻ മാനുവൽ തോമസ് തന്നെ നൽകിയിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ ക്യാൻവാസിലാണ് ആട് 3 ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒരു ഫാന്റസി ട്രാക്കിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരും ആകാംക്ഷയിലാണ് ആട് 3 കാണാൻ വേണ്ടി. 3ാമതായി ജയസൂര്യയും വിനായകനും ഒന്നിക്കുന്ന മറ്റൊരു കോമഡി ചിത്രമാണ്. ചിത്രം നിർമ്മിക്കുന്നത് ആട് 3യുടെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആണ്. ഈ 2 ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് അടുത്തടുത്തായിട്ടായിരുന്നു നടന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 2ന്റെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കോമഡി കാറ്റഗറിയിൽ പെടുന്ന ചിത്രം തന്നെയാണ് ജയസൂര്യയും വിനായകനും ഒന്നിക്കുന്ന ഈ ചിത്രവും. 2026 തുടക്കത്തിലായിരിക്കും ഈ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുക. എന്തായാലും ഈ വർഷം മുതൽ ജയസൂര്യ മലയാള സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ്. അതിൽ ആദ്യമെത്തുന്നത് ബിഗ് ബജറ്റ് മൂവി കത്തനാർ, കടമുറ്റത്ത് കത്തനാർ. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇനി മികച്ച ചിത്രങ്ങൾ ജയസൂര്യയുടെ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. ഈ 3 ചിത്രങ്ങളിൽ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത്? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.